3 പതിറ്റാണ്ടിനിടെ ഇതാ അടിമുടി മാറ്റം. ഇതുവരെ കാണാത്ത മുഖം, ഒരു പുതിയ മുഖം. മാറ്റം വത്തിക്കാനിലെ ഔദ്യോഗിക വെബ്സൈറ്റിനാണ്. 1995കളിൽ സ്ഥാപിതമായ വത്തിക്കാൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് കഴിഞ്ഞ 30 വർഷത്തിൽ ആദ്യമായിട്ടാണ് പുതുക്കുന്നത്. പഴയ ഡിസൈന് പകരം കൂടുതൽ മനോഹരമായ പുതിയ ഡിസൈൻ ഒരുക്കിയിരിക്കുന്നു. മൾട്ടിമീഡിയ ഉള്ളടക്കവും മറ്റ് വത്തിക്കാൻ ഓഫീസുകളിലേക്കും ശുശ്രൂഷകളിലേക്കുമുള്ള ഓൺലൈൻ ലിങ്കുകളും പ്രധാനമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ഔദ്യോഗിക വെബ്സൈറ്റിലെ സേവനങ്ങൾ ഇപ്പോൾ ജനങ്ങൾക്ക് ലഭ്യമാണ്. അടിമുടി മാറിയ വെബ്സൈറ്റ് ഈ വാരാരംഭത്തിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വത്തിക്കാൻ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൻ്റെ മുകൾ ഭാഗത്ത് ലളിതമായ ഇളം നീല പശ്ചാത്തലത്തിൽ ലയോ 14 പാപ്പയുടെ ബാനർ ചിത്രം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വത്തിക്കാൻ ഹോം പേജിൻ്റെ പഴയ പതിപ്പിൽ കാണപ്പെടുന്ന കാലഹരണപ്പെട്ട ഡ്രോപ്പ് ഡൗൺ മെനുകൾക്ക് പകരം ഒരു വലിയ ക്ലിക്ക് ചെയ്യാവുന്ന മെജസ്റ്റീരിയൻ ബട്ടൺ ഒരുക്കിയിരിക്കുന്നു. അതിൽ പാപ്പയുടെ ആപ്തവാക്യവും ചെറിയ ഐക്കണും ഉൾപ്പെടുന്നു. ഓൺലൈൻ സന്ദർശകർക്ക് പാപ്പയുടെ തയ്യാറാക്കിയ പ്രസംഗങ്ങളും മുൻകാല പ്രസംഗങ്ങളും വത്തിക്കാനെക്കുറിച്ചുള്ള അധിക വിവരങ്ങളും എളുപ്പത്തിൽ കണ്ടെത്താൻ സാധിക്കും. അതിന് സഹായിക്കുന്ന വിധത്തിലാണ് വെബ്സൈറ്റിൻ്റെ ക്രമീകരണം. പാപ്പയുടെ പരിപാടികൾക്കും ആരാധനക്രമ ചടങ്ങുകളിലും ടിക്കറ്റുകൾ നേടുവാനും അപ്ഡേറ്റ് ചെയ്ത വെബ്സൈറ്റിലൂടെ എളുപ്പമാക്കിയിട്ടുണ്ട്. ലയോ 14 മാർപ്പാപ്പയുമായും വത്തിക്കാനുമായും ബന്ധപ്പെട്ട ദൈനംദിന വാർത്തകളും കലണ്ടർ ഈവൻറ്റുകളും അപ്ഡേറ്റ് ചെയ്ത ഹോം പേജിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അറബിക്, ഇംഗ്ലീഷ്, ചൈനീസ്, ഫ്രഞ്ച്, ജർമ്മൻ, ഇറ്റാലിയൻ, ലാറ്റിൻ, പോർച്ചുഗീസ്, സ്പാനിഷ് എന്നീ 9 ഭാഷകളിൽ ഇത് ലഭ്യമാണ്. പുതിയ ഹോം പേജിൽ സഭാരേഖകൾ, ബൈബിൾ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം, ക്യാനോൺ നിയമസംഹിതകൾ, എക്യുമെനിക്കൽ കൗൺസിലുകൾ, കത്തോലിക്ക പ്രബോധനങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്.